പ്രമാണാക്കുക. ആ പ്രമാണം ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാം, അല്ലാത്തവ മാറ്റിക്കുക. അങ്ങനെ സാധാരണ മുജാഹിദ് പറയല് ചില്ലത് അങ്ങനെയല്ല. അവര് ചില ആചാരം വിശ്വാസമൊക്കെ ഉണ്ടാക്കിക്കണം. അതിന് പറ്റുന്ന ആയത്തോ ദിവസം കൊണ്ട് കൊടുക്കും, അല്ലാത്തതാണ് തള്ളും. അങ്ങനെ സത്യം. നമ്മൾ അബ്ദുള്ള ലേഖനം എഴുതിയപ്പോ പറഞ്ഞില്ലേ, ചില തബറുക്കിന്റെ ഹദീസൊക്കെ കാണുമ്പോ ഞാൻ ചാടിക്കടക്കലാണ്. എന്തേ, ഹദീസ് നിഷേധിക്കാൻ വയ്യ, അംഗീകരിക്കാനും വയ്യ. അപ്പൊ ഹദീസ് തള്ളുക. അങ്ങനെ മുജാഹിദുകൾ പണ്ട് കുറെ ഹദീസ് തള്ളിയിട്ടുണ്ട്. ഞാൻ പറയല്ല, മടവൂർ ഗ്രൂപ്പില് വായാടിയാണ് ലത്തീഫ് കരിമ്പിലാക്കല്. മനുഷ്യനെ നുണ പറഞ്ഞ് പറ്റിച്ച ഇത്ര വിദഗ്ധം പാറല്ല. കോടമ്പുഴ വാദപ്രതിവാദത്തിൽ ഇറങ്ങാത്ത വാസികനെ കുറിച്ച് നിങ്ങൾ വായിച്ചാത്തതാന്ന് പറഞ്ഞേക്കാണ്ട് ഒച്ചിമ്പിളിയിൽ നായാട്ടുണ്ടാക്കി രക്ഷപ്പെട്ട ആളാ. കുട്ടികളുടെ തല്ലൂടി കഴിഞ്ഞാൽ പിന്നെ കടിച്ചു കഴിച്ചിലാകരുത് എന്ന മാതിരി കോടമ്പുഴന്ന് കഴിച്ചിലാ വിദ്വാനാ. ആ ചങ്ങാതി എന്നെ തുറന്ന് പറയുന്നുണ്ട്, നമ്മളെ മുൻഗാമികളായ കുറെ മൗലിമാര്, EK മൗലവി, TK മൗലവി, വക്കം മൗലവി, കുട്ടായി മൗലവി, മറ്റേ മൗലവി എന്ന് അസ്ഹാബുൽ ബദറിന്റെ പേര് ഇങ്ങനെ വായിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇവരൊക്കെ ചെയ്ത പണിന്താരങ്ങള് നമ്മക്ക് പറ്റാത്ത ഹദീസാണെങ്കിൽ മാറ്റി വെക്കും. പക്ഷീല് പറയാൻ മാഷറിന്നല്ല ദുനിയാവെന്ന് LCD എന്ന് കേട്ടോളി. നമ്മൾ പ്രതികരിച്ചതുകൊണ്ട് നമുക്കറിയാം, മുജാഹിദ് പണ്ഡിതന്മാരായ മുൻകാല നേതാക്കന്മാർ സെയ്ദ് മൗലവി, MCC അബ്ദുറഹ്മാൻ മൗലവി, അതുപോലെ KM മൗലവി, പിന്നെ ഷേഖ് മുഹമ്മദ് മൗലവി, ജമാലുദ്ദീൻ മൗലവി, അതുപോലെ തന്നെ പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി, അരവി മൗലവി, MB അബ്ദുസ്സലാം മൗലവി, KP മുഹമ്മദ് മൗലവി, MT അബ്ദുറഹ്മാൻ മൗലവി, എടപ്പാറ കുഞ്ഞഹമ്മദ് മൗലവി, മലപ്പുറം ഇസ്ഹാഖ് മൗലവി, വെട്ടം അബ്ദുള്ള ഹാജി തുടങ്ങിയിരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ ഹദീസുകളെ സ്വീകരിക്കുന്നതിൽ ചില മാനദണ്ഡങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ചില ഹദീസുകളെ അവർ 100% സ്വീകരിച്ചു, ചില ഹദീസുകളെ 100% തള്ളിക്കളഞ്ഞു. ചില ഹദീസുകൾ കണ്ടപ്പോൾ തള്ളിക്കളയാൻ മനസ്സനുവദിക്കുന്നില്ല. എന്താ കാരണം? അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ റിപ്പോർട്ടർമാരോടുള്ള ബഹുമാനം കൊണ്ട്. എന്നാൽ അതിലുള്ള വിഷയങ്ങളോ നമ്മുടെ വിശ്വാസങ്ങളെ തകർക്കുന്ന അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും നയിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചില ഹദീസുകളെ അവർ മാറ്റിവെച്ചു, തവഖുഫ് ചെയ്യുക എന്നതിന് പറയും. നിങ്ങൾ പറഞ്ഞോളി, പറച്ചിൽ സുഖമില്ലാത്തവർ പലതും പറയും. പക്ഷേ ഇവർ നോക്കി, നിങ്ങൾ മഹാന്മാരാകുന്ന ആളുകൾക്ക് കിട്ടിയ ഹദീസ്, ആ ഹദീസ് ചിലത് അവരെടുക്കും, ചിലത് മാറ്റിവെക്കും, ചിലതോ ഹദീസ് തള്ളാൻ വയ്യ. എന്തേ, റിപ്പോർട്ട് ചെയ്ത മഹാന്മാർക്ക് കുഴപ്പമില്ല, അതുകൊണ്ട് ഹദീസ് നിശ്ചയിച്ചൂടെ. പിന്നെന്താ ചെയ്യാ, നമ്മളതന്നെ മാറ്റിവെക്കുക. അപ്പൊ ദീനിന്റെ ഒരു ഭാഗം മാറ്റിവെക്കതല്ലേ. അല്ലെങ്കിൽ ഹദീസിന് എങ്ങനെ കുഴപ്പം? ഹദീസ് വൈഫാകാരൻ ഹദീസ് വൈഫാകാരൻ അത് ചോറ് വന്നു വെച്ചണമായിരിക്ക. ചോറ് വന്നാ പിന്നെ തിന്നാൻ പറ്റുമോ? അത് പായസാവൂലേ? ചോറ് വേകൂല, അരിയാ വേകല്. അരി വന്നിട്ട് ചോറാകലാണ്. ഇങ്ങനെയാണ് ഇവിടെ ഹദീസ് വൈഫാകാരനാല് ഹദീസിന്റെ മത്തനാവപ്പോ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാർ അവർ സിക്കത്താണോ അല്ലേ ഇതാന്നോട്ടം. മൗലവി പറഞ്ഞിട്ടില്ല, നിങ്ങള് റിപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ മഹാന്മാരാ, പിന്നെ ഹദീസ് എന്താ കുഴപ്പമുള്ളു? പണ്ട് അമ്മായിമ്മ തള്ള പറഞ്ഞ മാതിരി അമ്മായിമാരും മരുവോളും പൊതുവെ എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാണ് ഉണ്ടാകുന്നത്. ഇവിടെ പത്തനാപുരത്തൊക്കെ നല്ല യോഗ്യതയില്ല, അതിനകത്ത് ചിലയിടത്തൊക്കെ അങ്ങനെയാണ്. വല്ല കുറ്റം കുറവും വരുന്നത് അതൊക്കെ മരുക്കളെ അക്കൗണ്ടൊക്കെ വല്ല നല്ല ഉണ്ടായ ക്രെഡിറ്റൊക്കെ അമ്മായിമാർക്കും അങ്ങനെ ഉണ്ട്. അങ്ങനെ ഒരു സാൽവി കുട്ടിയൊക്കെ പീടി അടിച്ചെന്തൊക്കെയാണ് ചോറ് വെച്ചാൽ കുത്തിർന്ന് ചോറിങ്ങനെ വെച്ച് കറി പറഞ്ഞ ഒരു ഉള്ള തൊള്ളിക്ക് വെച്ചപ്പോ ചോദിച്ച് ആരെന്ന് ചാറുണ്ടാക്കിയെന്ന് ചോദിച്ചു. നല്ല മരുവള തന്നെയാണ്. ഇതെന്തോ കൊയമാന്തരായിക്കണ 37 കണക്കൂട്ടിയത്. ചോറ് ആ കൊടുന്നൊക്കെ വെച്ച് കുറച്ചും കൂടി ഇട്ടേച്ച്, കുറച്ചും കൂടി ഇട്ടോ, അത് ഇട്ട് ഇനി ലേശം കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പണിപ്പിക്കളാ. അപ്പൊ അത് വെച്ചിക്കണല്ലോ. നമ്മള് മനസ്സിലാക്കി ചാറ് മോശമായിട്ടാ ചോദിച്ചതാ. എന്തേ ഇപ്പൊ നിങ്ങൾ പിന്നെ നേരത്തെ ആരെ ചാറുണ്ടാക്കിയെന്ന് ചോദിച്ചതെന്ന് ചോദിച്ചു അമ്മായിമ്മ. അപ്പൊ പറഞ്ഞു, അതെ നല്ല ടേസ്റ്റ് ഉണ്ട്, ഉപ്പും മുളക് നല്ല പാകായി വന്നിക്കണ്, അതുകൊണ്ട് ചോദിച്ചതാണ്. എന്നാ അരച്ചതും തിയ്യത്തിച്ചും വെള്ളം പറഞ്ഞൊക്കെ ഞാൻ തന്നെയാണ്. പിന്നെ ദത്താ പഞ്ഞ് ചാറുണ്ടാക്കാൻ വേണ്ടി അരച്ചതും തിയ്യത്തിച്ചും വെള്ളം പറഞ്ഞു ഒക്കെ ഞാൻ. പിന്നെ ഞാൻ ദത്താളാണ് അറിഞ്ഞുക നിങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഓർക്ക് പറ്റുന്ന ഹദീസ് റിപ്പോർട്ടർമാർ മഹാന്മാരാ, അതുകൊണ്ട് ഞങ്ങൾ ഹദീസിനെ മാറ്റിച്ചു. ഇതല്ലേ മനഃപൂർവ്വം കത്തുമ ചെയ്യൽ, ഹദീസിനെ പൂർത്തിവെക്കൽ. അപ്പൊ പ്രമാണങ്ങളെ നിങ്ങൾക്ക് പറ്റാത്തത് കണ്ടപ്പോൾ മറച്ചു വെച്ചു നിങ്ങൾ പുരോഹിതന്മാർ.
ഇപ്പൊ പുറത്തിയാടിയാണ് പറ്റാത്ത പ്രമാണങ്ങൾ മുഴുവനും മാറ്റിവെച്ചു. ഇത് മടവൂർ ഗ്രൂപ്പിന്റെ മൗലവിയായ ലത്തീഫ് മൗലവി കരിമ്പിലാക്കൽ തുറന്നെ പറയാണ്. ഇനി നമ്മളെ ബാലുശ്ശേരി മൗലവി ഉണ്ട്, ഇയാളൊരു കാര്യം തുറന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോ കുറച്ച് മുഹദ്ദിസീങ്ങൾ പൂർവ്വകാലത്തെ മഹാന്മാരോ അവർക്കൊക്കെ തെറ്റുപറ്റും, ഇപ്പത്തെ മൗലിമാർക്കൊന്നും തെറ്റുപറ്റൂല. തെറ്റുപറ്റുമെന്ന് പറഞ്ഞാൽ വിട്ടൂല. നിങ്ങള് നമ്മൾ പണ്ട് പറഞ്ഞിരുന്നതാണ് അസമൂല്യരൊക്കെ. നിങ്ങൾ ഈ അഫ്ദലുൽമ പാസ്സായേ 4-5 മൗലിമാര് മുറിച്ചുത്തിയാലും വരിക. ഇത് നിങ്ങൾ ദീനാണ് പറയാ. ഇവിടെ മമ്പർത്തങ്ങൾക്ക് ദീന് തിരിഞ്ഞിട്ടില്ല അല്ലെ, ഉമ്മർഖാലിക്ക് തിരിഞ്ഞിട്ടില്ല, മഖ്ദൂമ് തിരിഞ്ഞിട്ടില്ല. ഇത് ദീന എന്ന് പണ്ട് നമ്മൾ ഉസ്താദുമാർ ചോദിച്ചതാ. ആ ചോദ്യം ഇപ്പോൾ ചോദിക്കുന്നത് ബാലുശ്ശേരി മൗലവി. ബാലുശ്ശേരി ആണെങ്കിലോ അയാൾ ചില്ലറക്കാരനല്ല. ഈ പറഞ്ഞ സക്കരിയ സ്വലാഹിയുടെ 1ഉം 2ഉം ഇടത്തും വലത്തും ആക്കിയിട്ട് വെക്കാൻ പറ്റിയതാണ്. കാരണം അയാളെ പറഞ്ഞത് 25 ലക്ഷം ആളുകൾ ഹജ്ജിന് പോയി. അങ്ങനെ ഹജ്ജിന് പോയ കൂട്ടത്തിൽ നിന്ന് 5 ലക്ഷം മാത്രം അവരെ മുസ്ലിങ്ങളുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? ബാക്കിയൊക്കെ ഇസ്ലാമിൽ നിന്ന് ഔട്ടാണ്. ആലോചിക്കുക, പരിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് ഒരുപാട് ആളുകളെ ഔട്ടാക്കിയ ആളുകളാണ് ഈ പറഞ്ഞ ബാലുശ്ശേരി മൗലവി. അയാളാ പറയുന്നത് ഒന്നുമല്ല. പിന്നെ പഴയ കാലത്തുള്ള ആളുകൾ ഹദീസും മറ്റൊക്കെ നമ്മളിങ്ങനെ പറയുമ്പം നമ്മൾ പോലെ മോദിത്തുകൾ അല്ലാത്തവരോ ഇത് ദീനല്ലോ എന്ന് തുറന്ന് അയാൾ പറയാൻ. B27 നിങ്ങൾ സാക്ഷാൽ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു ഇത് ദീനല്ല. നമ്മളാലിമ്യങ്ങൾ പണ്ടേ പറഞ്ഞു കൂട്ടരെ മുജാഹിദിന്റെ ഒപ്പം കൂടണ്ട, അത് ദീനല്ല, അത് മതമല്ല.